സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൺസോർഷ്യം സംഭരിച്ച അരി വിപണിയിലെത്തി. ബംഗാളിൽ നിന്ന് എത്തിച്ച 800 മെട്രിക് ടൺ അരിയാണ് വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് എന്ന് സഹകരണ വകുപ്പ് മന്ത്രി 1700 മെട്രിക് ടൺ അരി കൂടി മാർച്ച് 10-നകം കേരളത്തിലെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുത്ത 500 പ്രാഥമിക സംഘങ്ങളുടെ കൺസ്യൂമർ സ്റ്റോറുകളിലൂടെയും തെരഞ്ഞെടുത്ത ത്രിവേണി സ്റ്റോറുകളിലൂടെയും തിങ്കളാഴ്ച മുതൽ അരി വിതരണം ചെയ്യും. സഹകരണ വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് കഴിഞ്ഞ 12-ാം തീയതി ഇവിടെ തന്നെ ഒരു യോഗം വിളിച്ച് 26ഓളം പ്രാഥമിക സംഘങ്ങൾ, ആ സംഘങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ അരി മാർക്കറ്റിൽ ഇടപെടുന്ന സംഘങ്ങളാണ്. ഇപ്പം തന്നെ ആ സംഘങ്ങളുടെ പ്രതിനിധികളെയും കൺസ്യൂമർ ഫെഡിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ ഒരു കൺസോർഷ്യം രൂപീകരിച്ച് അടിയന്തരമായിട്ടും 100 കോടി രൂപ സമാഹരിച്ച് മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചത്. ഏതാണ്ട് ഒരു 500 സംഘങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. നടത്താൻ ശേഷിയുള്ളതൊക്കെ ആയിട്ടുള്ള 500 സംഘങ്ങളെ കേരളത്തിൽ. ആ 500 സംഘങ്ങളെ സെലക്ട് ചെയ്ത് 6-ന് ആരംഭിച്ച് 10-ാം തീയതിയോടുകൂടി പൂർത്തീകരിക്കുന്ന മട്ടിൽ 500 സംഘങ്ങളിലൂടെയും 25 രൂപ ക്രമത്തിന് അരി വിതരണം ആരംഭിക്കും. ബജറ്റ് ആകെ ചോർന്നുവെന്ന പ്രചാരണം തെറ്റാണെന്ന് കോടിയേരി. മാധ്യമങ്ങൾക്ക് നൽകാനുള്ള കുറിപ്പ് ഒരു ഉദ്യോഗസ്ഥന്റെ പിശക് മൂലം പുറത്താവുകയാണ് ചെയ്തത്. ബജറ്റിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. ബഡ്ജറ്റ് ആകെ ചോർന്നു എന്ന് പറയുന്ന പ്രചരണം ശരിയല്ല. ബഡ്ജറ്റ് രേഖകളൊന്നും തന്നെ ചോർന്നിട്ടില്ല. ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള സഹായകമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കുറിപ്പാണ് ബഡ്ജറ്റ് അവതരണം പൂർത്തിയാകുന്നതിന് കുറച്ച് മുമ്പേ മാധ്യമങ്ങൾക്ക് ലഭിക്കാനിടയായി. അത് യഥാർത്ഥത്തിൽ ചോർത്തിയതെല്ലാവരും ചോർത്തിയെന്ന് പറയാൻ സാധിക്കില്ല. ഒരു വ്യക്തി മാധ്യമങ്ങൾക്ക് അത് കൊടുക്കുകയാണ് ചെയ്തത്. അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ മാധ്യമരംഗത്ത് വന്നിരിക്കുന്ന ഈ നിമിഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ എത്തിക്കാനുള്ള വ്യഗ്രതയിൽ സംഭവിച്ച ഒരു പിശകാണത്. അത് സംബന്ധിച്ച് അതിന് ഉത്തരവാദിയായവരുടെ പേരിൽ അന്വേഷണം നടത്തുകയും ഇന്നലെ തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിണറായിയുടെ തലവെട്ടാൻ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്തിനെതിരെ ഭീകരവാദ വിരുദ്ധ നിയമപ്രകാരം കേസെടുക്കണമെന്ന് കോടിയേരി പറഞ്ഞു. ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള RSS നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തെ ജയിലിലടക്കുകയാണ് വേണ്ടത്. ആ പ്രസംഗത്തിൻ്റെ പ്രത്യാഘാതം കേരളത്തിലാണ് ഉണ്ടാകുക. അത് കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം കേരള പോലീസ് ആരംഭിക്കണം. ഇത് ഒരു ഭീകരവിരുദ്ധ നിയമപ്രകാരം തന്നെ കേസെടുക്കേണ്ടതൊരു കുറ്റകൃത്യമാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലുള്ള ഏജൻസികളാണ് ഇത്തരം കേസുകൾ ഏറ്റെടുക്കേണ്ടിയിരുന്നത്. നാസിക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മലയാളി സൈനികന്റെ പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നു. അതിനിടെ റോയ് മാത്യുവിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതായി പരാതി ഉയർന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം 1 മണിക്കൂർ ട്രോളിയിൽ കിടത്തിയിരുന്നു. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, ജവാന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ടോ? മറ്റ് എന്തൊക്കെ വിവരങ്ങളാണ് നിലവിൽ? അരുൺ, ജവാന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. 11 മണിയോടുകൂടിയാണ് മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചിരുന്നത്. ഇൻക്വസ്റ്റിന് ശേഷം ഏകദേശം അരമണിക്കൂറോളമായി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റിയെങ്കിലും ഇതുവരെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ആയി പങ്കുവയ്ക്കാനുള്ള വിവരം. അതേസമയം തന്നെ 9 മണിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹത്തോട് വലിയ അനാദരവാണ് വിമാനത്താവളത്തിലുണ്ടായത്. ഏകദേശം 1 മണിക്കൂറോളം സമയം മൃതദേഹം ട്രോളിയിൽ തന്നെ കിടത്തുന്ന സാഹചര്യമുണ്ടായി. അത് ആംബുലൻസിലേക്ക് മാറ്റാൻ പോലും സൈനികർ തയ്യാറായിരുന്നില്ല. തുടർന്ന് അരമണിക്കൂറോളം പിന്നീട്
മിനിറ്റ് ശേഷമാണ് മൃതദേഹത്തിൽ ദേശീയ പതാക പുതപ്പിക്കാൻ പോലും തയ്യാറായത്. ആ സമയം തന്നെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഏറ്റെടുക്കൂ എന്ന ഉറച്ച നിലപാടിലായിരുന്നു ബന്ധുക്കൾ ഉണ്ടായിരുന്നത്. റോയ് മാത്യുവിൻ്റെ മരണം ആത്മഹത്യയാണ് എന്ന് സൈന്യം വിശദീകരണം നൽകുമ്പോഴും റോയ് മാത്യുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും അതൊരു കൊലപാതകമാണ് എന്നുമാണ് ബന്ധുക്കൾ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുന്നതിന് വേണ്ടി റീപോസ്റ്റ്മോർട്ടം നടത്തണം എന്ന് ബന്ധുക്കൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും അത് ആദ്യം മുഖവിലേക്കെടുക്കാൻ സൈനികർ തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ചും കൊല്ലം കളക്ടർ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഉത്തരവിടുകയും ചെയ്തിരുന്നു. എങ്കിലും നാസിക്കിലെ സൈനിക ക്യാമ്പിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ റീപോസ്റ്റ്മോർട്ടം നടത്താനാകൂ എന്ന നിലപാടാണ് ആദ്യം സൈനിക ഉദ്യോഗസ്ഥർ കൈക്കൊണ്ടത്. തുടർന്ന് ബന്ധുക്കളുടെ വലിയ പ്രതിഷേധമുണ്ടാവുകയും വീണ്ടും ജില്ലാ ഭരണകൂടം ബന്ധപ്പെടുകയും ചെയ്ത ശേഷമാണ് റീപോസ്റ്റ്മോർട്ടത്തിനായി സൈന്യം തയ്യാറായത്. തുടർന്ന് മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവരുന്നതിന് ഇടെ യാത്രാമധ്യേ മൃതദേഹം വീണ്ടും വഴിയിൽ നിർത്തിക്കൊണ്ട് സൈന്യം വീണ്ടും ഒരു അനിശ്ചിതത്വത്തിലുള്ള ശ്രമവും നടത്തി. അതായത് തങ്ങൾക്ക് റീപോസ്റ്റ്മോർട്ടത്തിനുള്ള അനുമതി നാസിക്കിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ആ സമയത്ത് സൈന്യം പറഞ്ഞത്. പിന്നീട് വീണ്ടും ബന്ധുക്കൾ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഒപ്പം തന്നെ പാങ്ങോട് നിന്നുള്ള ഉന്നത സൈനികോദ്യോഗസ്ഥരടക്കം എത്തി മൃതദേഹം ഏറ്റുവാങ്ങുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും പാങ്ങോട് നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊന്നും തന്നെ വിമാനത്താവളത്തിൽ എത്തിയിരുന്നില്ല. ഏതാനും സൈനികർ മാത്രമാണ് വിമാനത്താവളത്തിൽ എത്തിയത്. ഇത്തരത്തിലുള്ള വലിയ അനാദരവാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ സൈനികന്റെ മൃതദേഹത്തോടുണ്ടായത്. ബന്ധുക്കളും ഇക്കാര്യത്തിൽ വലിയ പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും റോയ് മാത്യുവിൻ്റെ മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു എന്നെല്ലാം തന്നെ നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റീപോസ്റ്റ്മോർട്ടം എന്തായാലും വേണം എന്ന ശക്തമായ നിലപാട് ബന്ധുക്കൾ വാദിച്ചത്. അതിനായി അവർ ആവശ്യമുന്നയിച്ചത്. എന്തായാലും റീപോസ്റ്റ്മോർട്ടത്തിനായി ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം മാറ്റിയിരിക്കുന്നു. നേരത്തെ കൊല്ലം RTOയുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അരുൺ, ജിതിൻ, ഈ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്ന പരാതി വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നല്ലോ. രാവിലെ 9 മണിക്ക് എത്തിയ മൃതദേഹം 9:50 വരെയാണ് ട്രോളിയിൽ കിടത്തിയിരുന്നത്. പാങ്ങോട് നിന്ന് സൈനിക ഓഫീസർമാർ എത്തിയതും ബോഡി റിസീവ് ചെയ്തതും ഈ ദേശീയ പതാക പുതപ്പിച്ചതും 25 മിനിറ്റ്, അതായത് ഈ 1 മണിക്കൂറിന് ശേഷം കഴിഞ്ഞിട്ട് കൂടിയാണ്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം അവർ നൽകുന്നുണ്ടോ? ഒരു തരത്തിലുമില്ല അരുൺ. സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിലുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ആത്മഹത്യ ആയതിനാൽ തന്നെ സൈന്യത്തിൻ്റെ ഔദ്യോഗികമായ മറ്റു നടപടിക്രമങ്ങളൊന്നും തന്നെ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്ന സമയത്ത് ഉണ്ടാകാറില്ല. എങ്കിൽ പോലും പാങ്ങോട് നിന്നുള്ള ഉന്നത സൈനികോദ്യോഗസ്ഥരടക്കം എത്തി പാങ്ങോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരൊന്നും തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരുന്നില്ല. പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നുള്ള ഏതാനും സാധാരണ സൈനികർ മാത്രമാണ് മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തിയത്. അവിടെ നിന്നും അവർ പാങ്ങോട് സൈനിക ക്യാമ്പിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനാണ് ആദ്യം തയ്യാറെടുത്തിരുന്നത്. എന്നാൽ ഇതിനിടയിൽ പോസ്റ്റ്മോർട്ടം വേണമെന്ന കളക്ടറുടെ നിർദ്ദേശവും ഒപ്പം തന്നെ ബന്ധുക്കളുടെ ആവർത്തിച്ചുള്ള ആവശ്യവും പരിഗണിച്ചുകൊണ്ടാണ് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. അതിനിടയിൽ തന്നെ 1 മണിക്കൂറോളം സമയം ഇതിനിടയിൽ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിന് കാലതാമസമുണ്ടായി. 9 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം 1 മണിക്കൂറോളം സമയം തന്നെ ട്രോളിയിൽ കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റാൻ പോലും ആ സമയത്ത് സൈനിക ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. ഒപ്പം സാധാരണഗതിയിൽ സൈനികരുടെ മൃതദേഹം എയർപോർട്ടിൽ നിന്നും അകത്തുനിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നത് തന്നെ ദേശീയ പതാക മൃതദേഹം ഉള്ള പെട്ടിയിൽ പുതപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ ഇവിടെ ആ സാഹചര്യവും ഉണ്ടായില്ല. മൃതദേഹം പുറത്തെത്തിച്ച് അരമണിക്കൂറോളം സമയം ട്രോളിയിൽ കിടന്ന ശേഷമാണ് പിന്നീടാണ് സൈനികരെത്തി മൃതദേഹത്തിൽ ദേശീയ പതാക പുതപ്പിക്കാൻ പോലും തയ്യാറായത്. ഇത്തരത്തിൽ 1 മണിക്കൂർ മൃതദേഹം കേരളത്തിലെത്തി ആദ്യ സമയം തന്നെ അതിൽ വലിയ കാലതാമസം ഉണ്ടായിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങുന്നതും വിട്ടുകൊടുക്കുന്നതും സംബന്ധിച്ചുള്ള വലിയ അനിശ്ചിതത്വം ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് വലിയ അനാദരവായി തിരുവനന്തപുരത്ത് നിന്ന്. എന്നാൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ജവാന്റെ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചിരുന്നു. ദുരൂഹ സാഹചര്യത്തിൽ ഉണ്ടായ മരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തും എന്നാണ് മന്ത്രി പ്രതികരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊട്ടിയൂരിൽ വൈദികൻ പെൺകുട്ടിയെ പീഡിപ്പിച്ച ഗർഭിണിയാക്കിയ കേസിൽ നിന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. പ്രസവം മറച്ചുവെച്ച ആശുപത്രിക്കെതിരെയും സംഭവത്തിൽ കന്യാസ്ത്രീകളും ഡോക്ടർമാരും ഉൾപ്പെടെ 8 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ പോക്സോ ചുമത്തിയിട്ടുമുണ്ട്. PV ജോഷില വിവരങ്ങൾ നൽകും. ജോഷില, വിശദ വിവരങ്ങൾ. അരുൺ, കൊട്ടിയൂരിൽ 16-കാരിയെ പീഡിപ്പിച്ച് പെൺകുട്ടി പ്രസവിക്കാനിടയായ സംഭവത്തിൽ ഫാദർ റോബിൻ വടക്കുംചേരി അടക്കം 12 പേരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത്. ഈ പ്രസവം നടന്ന സ്ഥലത്തുള്ളവർ, അതുപോലെ തന്നെ വൈത്തിരിയിലെ അനാഥാലയത്തിലെ ആളുകൾ, അതുപോലെ തന്നെ കൊട്ടിയൂരിൽ ഈ സംഭവവുമായി ഇടപെട്ടിട്ടുള്ള ഇതിൽ ഗൂഢാലോചന അടക്കം നടത്തി എന്ന് കരുതുന്നവർ അടക്കം 12 പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സെന്റ് വിൻസെന്റ് ചർച്ചിലെ സഹായി,
അവിടെ തന്നെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീ, ഇരിട്ടിയിലുള്ള മറ്റൊരു കന്യാസ്ത്രീ അടക്കമുള്ളവർ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. തങ്കമ്മ, ആൻസി മാത്യു, ക്രിസ്തുരാജ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററായ ആൻസി മാത്യു, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗൈനക്കോളജിസ്റ്റ് ടെസ്സി ജോസ്, പീഡിയാട്രീഷ്യൻ ഹൈദർ അലി എന്നിവരെ അടക്കം ഈ 12 പേരടങ്ങുന്ന പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻഫന്റ് മേരി ഓർഫനേജ് നടത്തിപ്പുകാരിയായ സിസ്റ്റർ ഒഫീലിയ ഈ പ്രതിപട്ടികയിലുണ്ട്. ഇവരുടെ അറസ്റ്റ് ഇന്ന് നടന്നേക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത്. പോലീസ് സംഘം വൈത്തിരിയിലേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ നവജാത ശിശുവിനെ കടത്താൻ സഹായിച്ച ഇരിട്ടി സ്വദേശിനിയായ അനീറ്റയും അതുപോലെ തന്നെ ലിസ്മെരിയ, കുട്ടിയെ കടത്താൻ സഹായിച്ച ലിസ്മെരിയയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തോമസ് ജോസഫ്, ബെറ്റി എന്നിവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഇൻഫന്റ് മേരി ഓർഫനേജ് ബന്ധമുള്ളവരാണ്. മാത്രമല്ല നേരത്തെ തന്നെ മാനന്തവാടി രൂപതയുടെ PRO കൂടിയായ ഫാദർ തോമസ് ജോസഫ് തേരകത്തിനും ബെറ്റിക്കുമെതിരെ ചോരക്കുഞ്ഞിനെ ഓർഫനേജിൽ എത്തിച്ചിട്ടും സംഭവം മൂടിവെക്കാൻ ഗൂഢാലോചന നടത്തിയതായി ഗുരുതര ആരോപണം പോലീസ് ബാലാവകാശ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിലുണ്ട്. തലശ്ശേരി, താമരശ്ശേരി, മാനന്തവാടി രൂപതകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 12 പേരെയാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം, CA സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇന്നും നാളെയും വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. കൊട്ടിയൂർ പീഡനത്തിൽ വയനാട് ശിശുക്ഷേമ സമിതിക്കെതിരെയും പരാതി. പീഡനത്തിന് ഇരയായ 16 വയസ്സുകാരിയുടെ പ്രായം 18 എന്ന് തിരുത്തിയതിന് കേസെടുത്തേക്കും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനൂപ് KR വയനാട്ടിൽ നിന്ന് ചേരുന്നു. അനൂപ്, ഈ SSLC ബുക്കിലും ഒപ്പം മാമോദിസ രേഖയും തിരുത്തിയിട്ടുണ്ട്. ഇതിന് CWC ചെയർമാൻ അംഗീകാരവും നൽകിയിട്ടുണ്ട്. വലിയ ക്രമക്കേട് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ? തീർച്ചയായും അരുൺ, അതായത് ഈ കുട്ടിയെ വയനാട്ടിൽ ഓർഫനേജിൽ പ്രവേശിപ്പിക്കും. അതിനുശേഷം CWC ഏറ്റെടുക്കുന്ന ഇതിനിടെ നടന്നിട്ടുള്ള കാര്യങ്ങളിലാണ് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ CWCക്കെതിരെ അതിന്റെ ചെയർമാൻ തോമസ് തേരകത്തിനെതിരെയും ഉയർന്നിരിക്കുന്നത്. പ്രായം സംബന്ധിച്ച രേഖകളിൽ വലിയ തോതിൽ കൃത്രിമത്വം നടത്തിയിട്ടുണ്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ ബലാത്സംഗ വിവരവും പ്രസവ വിവരവും മറച്ചുവെച്ചതിനെതിരെ ഇവർക്കെതിരെ നേരത്തെ തന്നെ 2 കന്യാസ്ത്രീകൾക്കെതിരെ നേരത്തെ തന്നെ കേസുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് CWCക്കെതിരെ കേസെടുക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഇപ്പോൾ കൊട്ടിയൂർ SIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വൈത്തിരിയിലെ ഓർഫനേജിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ കേസെടുത്ത കന്യാസ്ത്രീകളെയും മറ്റും അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. എന്നാൽ ഇവർ ഒളിവിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ പോലീസ് ഊർജിതമായി തുടരുകയാണ്. അനൂപ് KR വയനാട്ടിൽ നിന്ന്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് പകർത്തിയതായി മുഖ്യപ്രതി പൾസർ സുനിയുടെ മൊഴി. അഭിഭാഷകന് കൈമാറിയ ഫോണിലാണ് ദൃശ്യങ്ങൾ ഉള്ളത് എന്നും സുനി മൊഴി നൽകി. സുനി മാത്രമാണ് നടിക്കെതിരെ ക്രൂരകൃത്യം നടത്തിയത് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മുഖ്യപ്രതി സുനിൽകുമാർ ഈ ദൃശ്യങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. ഇത് മറ്റൊരു ഫോണിലേക്ക് പകർത്തിയെന്നും ഈ ഫോണാണ് അഭിഭാഷകന് കൈമാറിയിരുന്നത് എന്നുമാണ് സുനിയുടെ മൊഴി. നേരത്തെ സുനിയുടെ അമ്പലപ്പുഴയിലെ സുഹൃത്തുക്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടതായി പോലീസിനോട് മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അമ്പലപ്പുഴയിലെ പരിശോധനയിൽ മെമ്മറി കാർഡുകൾ ഉൾപ്പെടെ പോലീസ് സംഘം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് മൊബൈൽ ഫോണുകളിലേക്കും മെമ്മറി കാർഡുകളിലേക്കും സുനി ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എന്നാണ്. എന്നാൽ കോയമ്പത്തൂരിൽ നിന്നടക്കം പിടിച്ചെടുത്ത 12 വസ്തുക്കളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നെങ്കിലേ ദൃശ്യങ്ങൾ തേടിയുള്ള അന്വേഷണത്തിന് വ്യക്തത കൈവരികയുള്ളൂ. അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ച മൊബൈൽ ഫോണും വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. സുനി, വിജീഷ് എന്നിവരുടെ പോലീസ് കസ്റ്റഡി നാളെ അവസാനിക്കുമെന്നിരിക്കെ മറ്റെവിടെയൊക്കെയാണ് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്, സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളറിയാൻ ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ശ്രമം. സുനി മാത്രമാണ് നടിയെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗം PA സിദ്ധാർത്ഥ മേനോൻ അന്തരിച്ചു. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ട് 3 മണിക്ക് സംസ്കാരം നടക്കും. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗവും മുൻ KSEB ചെയർമാനുമായിരുന്ന സിദ്ധാർത്ഥ മേനോൻ മരണപ്പെട്ടത്. ഹൃദ്രോഗത്തെ തുടർന്ന് കുറച്ചുകാലമായി ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞ് വൈകിയാണ് വീട്ടിലെത്തിയത്. പിന്നീട് പുലർച്ചെ ബാത്റൂമിൽ പോകുന്നതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നുവെന്ന് ബന്ധുക്കളും ഭാര്യയും പറയുന്നു. ഉടൻ തന്നെ ഭാര്യയും മറ്റും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. കൈരളി TVയുടെ തുടക്കം മുതൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു.
കൃഷിയെയും കാർഷിക മേഖലയും ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദുഃഖമാണ്. വളരെയേറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അയൽക്കാരൻ, ഒരു സ്നേഹിതൻ, എപ്പോൾ കണ്ടാലും പുഞ്ചിരിയോടുകൂടി ഞങ്ങളോട് വർത്തമാനം പറയുന്ന, ഞങ്ങളോട് ക്ഷേമാന്വേഷണം നടത്തുന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. പുതിയതരം കൃഷിരീതികളെ സ്വന്തം ജീവിത രീതിയിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശൈലി. രാവിലെ ഞെട്ടലോടുകൂടിയാണ് സിദ്ധാർത്ഥ മേനോൻ്റെ അയൽവാസികളും മറ്റും വിവരമറിയുന്നത്. ഭാര്യയും 2 മക്കളുമാണ് ഇദ്ദേഹത്തുള്ളത്. വിദേശത്ത് ജോലി ചെയ്യുന്ന മകൾ എത്തിയ ശേഷം മാത്രമേ നാളെ സംസ്കാരമുണ്ടാവുകയുള്ളൂ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഔദ്യോഗിക ജീവിതത്തിലും സാംസ്കാരിക മേഖലകളിലും ഉയരങ്ങൾ കീഴടക്കുമ്പോഴും മണ്ണിനെ മറക്കാത്ത ജീവിതമാണ് PA സിദ്ധാർത്ഥ മേനോൻ നമുക്കായി കാണിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലേക്ക്. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച നന്മയുടെ ഗന്ധമുള്ള ഒരു പിടി ഓർമ്മകൾ ബാക്കിവെച്ചാണ് സിദ്ധാർത്ഥ മേനോൻ കൈരളിയുടെയും ജീവിതത്തിന്റെയും പടിയിറങ്ങിപ്പോകുന്നത്. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നതിലപ്പുറം വൈദ്യുതി ബോർഡ് ചെയർമാൻ എന്ന നിലയിലും തന്റേതായ സംഭാവനകൾ സിദ്ധാർത്ഥ മേനോൻ നൽകിയിരുന്നു. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും മണ്ണിനെ അറിഞ്ഞവർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കേരളത്തിലെ കൃഷിക്കാരെയും നൂതന കൃഷിരീതികളെയും പരിചയപ്പെടുത്തുന്ന ഭൂമിഗീതം എന്ന കാർഷിക പരിപാടി മലയാളികൾക്ക് സമ്മാനിച്ചതും ഇദ്ദേഹമായിരുന്നു. പരിപാടിയിലെ വാക്കുകൾക്കപ്പുറം കൃഷിയുടെ നന്മ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തി കൂടെയായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കൃഷിയെ സ്നേഹിച്ച, കൈരളിയെ സ്നേഹിച്ച സിദ്ധാർത്ഥ മേനോൻ സാറിന് കൈരളി കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക്. ഉത്തർപ്രദേശ് 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് തുടരുകയാണ്. പോളിംഗ് ആരംഭിച്ചു. മുലായം സിംഗിന്റെ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 49 ഇടത്താണ് വോട്ടെടുപ്പ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതി മനുശങ്കരൻ ചേരുന്നു ദില്ലിയിൽ നിന്ന്. മനു, ഈ മണിക്കൂറുകളിൽ എത്ര ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി? അരുൺ, 35% പോളിംഗ് ആണ് ഇതുവരെ 1 മണി വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോക്സഭാ മണ്ഡലം, പ്രത്യേകിച്ച് അസം നഗർ, അതായത് മുലായം സിംഗ് യാദവിന്റെ ലോക്സഭാ മണ്ഡലത്തിലെ ഈ പ്രദേശത്തും വോട്ടിംഗ് കുറഞ്ഞ രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. BJP MP യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്പൂർ മണ്ഡലത്തിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. മറ്റു പ്രമുഖ മണ്ഡലങ്ങളിലെല്ലാം വോട്ടിംഗ് ശതമാനം ഉയർന്ന തോതിലാണ്. മുലായം സിംഗ് യാദവ് ഒരു തവണ പോലും പ്രചരണത്തിന് നേരിട്ട് രംഗത്തെത്താത്തത് സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചടിയേകുന്നു എന്ന സൂചനകളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. 49 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 27 സീറ്റുകൾ നേടി സമാജ്വാദി പാർട്ടി വ്യക്തമായ മുൻതൂക്കം നേടിയ സ്ഥലങ്ങളായിരുന്നു ഇത്. അതേസമയം മണിപ്പൂരിലും വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. 38 സീറ്റുകളിലേക്കാണ് മണിപ്പൂരിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ഇറോം ശർമിളയുടെ പാർട്ടി 3 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇറോം ശർമിള വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വ്യക്തമാക്കിയത് ശക്തമായ മത്സരം തങ്ങൾ കാഴ്ചവെക്കുന്നു, തങ്ങളെ ചെറുതായി കാണേണ്ട 3 മണ്ഡലങ്ങളിൽ മാത്രം മത്സരിക്കുന്നു എന്ന രീതിയിൽ വിലയിരുത്തേണ്ടതില്ല എന്നാണ് ഇറോം ശർമിള മാധ്യമങ്ങൾ മുമ്പാകെ പ്രതികരിച്ചിരിക്കുന്നത്. BJP MP യോഗി ആദിത്യനാഥും ഉത്തർപ്രദേശിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 54% വോട്ടിംഗ് രേഖപ്പെടുത്തിയത്. ഇത്തവണ ഇതിലേറെ വർദ്ധിക്കാനാണ് സാധ്യത. അരുൺ. കൊല്ലം ജില്ലയുടെ മഴക്കാടുകൾ ഉൾപ്പെട്ട കിഴക്കൻ മലയോര പ്രദേശത്ത് വെള്ളം കിട്ടാക്കനിയാണ്. കടുത്ത വേനലിൽ പോലും വറ്റാത്ത വനത്തിലെ നീരുറവകൾ വറ്റിവരണ്ടു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പിറവന്തൂർ പഞ്ചായത്തിലെ മൈക്കാമൈൻ കുളത്തിലെ വെള്ളം ഉപയോഗിക്കണം എന്ന ആവശ്യം ഉയരുന്നു. കൊല്ലം പത്തനാപുരം വെള്ളം തെറ്റി ഫോറസ്റ്റ് സെക്ഷന്റെ പരിധിയിൽപ്പെട്ട പിറവന്തൂർ പഞ്ചായത്തിലെ 1 മുതൽ 6 വരെ ഉൾപ്പെടുന്ന വനത്താൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. വനത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാട്ടാറുകളിലെ വെള്ളമാണ് ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഒരിക്കലും വറ്റാത്ത ഇത്തരം നീരുറവകൾ വറ്റിയതോടെ 100 കണക്കിന് കുടുംബങ്ങൾ വലയുന്നു. കടശ്ശേരി, ചെമ്പനരുവി, മൈക്കാമൈൻ, പെരുന്തോയി, കറവൂർ, പുന്നല പ്രദേശങ്ങൾ ഫലത്തിൽ ഉഷ്ണമേഖലയായി. ഇത്തരം കാലത്തിനും വെള്ളം പറ്റിയിട്ടില്ല. ഞാനൊരു 10-12 വയസ്സ് ഉള്ളപ്പം ഈ നാട്ടിൽ വന്ന അന്ന് തൊട്ട് ഈ വെള്ളത്തിലാണ് കുളിക്കുന്നത്. അന്ന് വെള്ളമുണ്ട്, ഇതുപോലെ ഇല്ലാതെ വന്നിട്ടില്ല. ഇപ്പം അങ്ങില്ല. ഇപ്പം എന്ത് ചെയ്യാൻ? ഇതുപോലൊക്കെ വെള്ളം വന്നാൽ എങ്ങനെ കുളിക്കാണ്ട്? ഈ വെള്ളത്തിൽ എത്ര നേരം കുളിക്കുക, എത്ര തുണി കഴിയും? കിണറെല്ലാം പറ്റിപ്പോയി. ഈ സൈഡിൽ വന്ന് ഒരു കുളം കുഴിച്ചിട്ട് അത് ഓര് കൊണ്ട് കുളിക്കാനാണ്ട് വെള്ളം കണ്ടോ. മുമ്പ് ഇത്രയും വരൾച്ച വന്നിട്ടില്ല, ഇപ്പോഴാ ഇത്രയും ക്ഷാമമായത്. കുടിക്കുന്നേ നനയ്ക്കുന്നത് എല്ലാം ഈ വെള്ളത്തിലാണ്. വേറെ വെള്ളമൊന്നും ഇല്ല. ഇവർ വേലി കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റത്തില്ല. ഇച്ചിരിയും വെള്ളമേ ഉള്ളൂ. കോരി കഴിയുമ്പോൾ ഓര് കട്ട പിടിച്ചാൽ ഓര്. പിറവന്തൂർ പഞ്ചായത്തിലെ 4ാം വാർഡിലെ മൈക്ക ഖനനം ചെയ്ത് രൂപം കൊണ്ട കുളത്തിലെ വെള്ളം കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇത് മൈക്ക ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു കുളമാണ്. ധാരാളം വെള്ളം ഇപ്പം കിടപ്പുണ്ട്. ഈ വെള്ളം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉപയോഗയോഗ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടി സർക്കാർ വാട്ടർ അതോറിറ്റി എല്ലാം കൂടെ ചേർന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ
ഈ പ്രദേശത്ത് ഇപ്പം നിലനിൽക്കുന്ന ഏറ്റവും രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിയും. മഴക്കാടുകൾ പോലും വരണ്ടുണങ്ങുന്നത് മനുഷ്യവാസത്തിന് ഭീഷണിയാകുമെന്ന ആശങ്ക പരിസ്ഥിതിവാദികളും ഗവേഷകരും ഉന്നയിക്കുന്നു. കടുത്ത ജലക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ മലയോര മേഖലയിൽപ്പെട്ട ഈ മൈക്കമൺ കുളത്തിൽ നിന്നുള്ള ജലം നാട്ടുകാരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പദ്ധതി തയ്യാറാക്കണമെന്നാണ് ആവശ്യം. മൈക്കമണ്ണിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.